ഹലോ എവരിവൺ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ചാൾസ് പിയർമാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ജനറൽ ഇന്റലിജൻസ് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ആപ്റ്റിറ്റ്യൂഡുകളെ എല്ലാം സ്വാധീനിക്കാൻ കെൽപ്പുള്ളതായ ഒരു ജനറൽ ഇന്റലിജൻസ് എന്നുള്ളൊരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഫാക്ടർ അനാലിസിസ് കൂടെ നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം വന്നിരിക്കുന്നത് ലൂയിസ് ലിയോൺ തർസ്റ്റണിൽ നിന്നാണ്. അതായത് ഒരു ജനറൽ ഇന്റലിജൻസ് ഫാക്ടറിന് പകരം ഹ്യൂമൻ ബീങ്സിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറെന്റ് മെന്റൽ എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പിയർമാന്റെ കൺസെപ്റ്റില് നമുക്കൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട്. ഇപ്പം ആപ്പിള് 3 ഓറഞ്ച് 2, ബനാന 4. പിയർമാന്റെ കൺസെപ്റ്റില് ദിസ് ഈസ് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്, അതായത് ഒരു ഫ്രൂട്ടിന്റെ ബാസ്ക്കറ്റ് ആണ്. അതിനാണ് ഫാക്ടർ അനാലിസിസിൽ എംഫസിസ് കൊടുത്ത് അതിനാണ് ഒരു ജനറൽ ജിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ തർസ്റ്റന്റെ കൺസെപ്റ്റില് ഇതിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു ജനറൽ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ടിന് പകരം ഇത് ആപ്പിൾ ആണ്, ഓറഞ്ച് ആണ്, ബനാനയാണ് എന്നുള്ളൊരു കാര്യം. സ്റ്റാറ്റിസ്റ്റിക്കലി തർസ്റ്റൻ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ അനാലിസിസില് പിയർമാന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരിക്കലും റോങ് ആയിരുന്നില്ല. പക്ഷെ തർസ്റ്റന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറുകളെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എമർജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാ സെറ്റ് SAAT ആണ്. അതിൽ 8 ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട്. പിയർമാന്റെ കൺസെപ്റ്റിൽ എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളും പരസ്പരം പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അതിനെ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഏഗൻ വാല്യൂസിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ 52% വേരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാക്ടർ റൊട്ടേഷനിൽ തർസ്റ്റന്റെ ഐഡിയ നമ്മൾ ഇവിടെ ഇംപ്രൂവ് ചെയ്താൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജനറൽ ഫാക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ആപ്റ്റിറ്റ്യൂഡുകളെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് 1 നമ്മുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ റീസണിങ്ങും ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടാം. ഗ്രൂപ്പ് 2 അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ക്ലബ് ചെയ്യപ്പെടാം. ഗ്രൂപ്പ് 3 നമ്മുടെ മെക്കാനിക്കൽ റീസണിങ്ങും സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡും ക്ലബ് ചെയ്യപ്പെടാം. ഈ ഗ്രൂപ്പുകളെയാണ് തർസ്റ്റൺ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്നുള്ള ഒരു കാര്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തർസ്റ്റന്റെ ഫാക്ടർ റൊട്ടേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പുതിയ ഫാക്ടറുകളെ ഒരിക്കലും ഇൻവെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ സ്പിയർമാൻ പറഞ്ഞ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ജനറൽ ഫാക്ടറിനെ നമുക്ക് വീണ്ടും സബ്ഡിവൈഡ് ചെയ്യാമെന്നുള്ള ഒരു കാര്യം വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യുകയാണ് തർസ്റ്റൺ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വ്യൂ പോയിന്റിലുള്ള ഒരു വ്യത്യാസമാണ്, അതായത് മാത്തമാറ്റിക്സിലുള്ള വ്യത്യാസമല്ല. സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സ്പിയർമാന്റെ കൺസെപ്റ്റിൽ ഈ ജനറൽ ഇന്റലിജൻസ് ആണ് എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളെയും കമ്പയർ ചെയ്യുന്നത്. തർസ്റ്റന്റെ എക്സ്പ്ലനേഷനിൽ ഇതിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് ക്ലബ് ചെയ്യാം. അതിനകത്ത് ഓരോ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈമറി എബിലിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം. ഇതിനകത്ത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർസ്റ്റൺ ആക്ച്വലി ശ്രമിച്ചത് പിയർമാനെ റോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം തർസ്റ്റൺ തന്നെ ഈ ജനറൽ G1, G2, G3 എന്നുള്ള ഒരു ഫാക്ടറുകളെ ഫർദർ അനലൈസ് ചെയ്യുമ്പം ഇതും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. അതായത് ഈ ജനറൽ ഫാക്ടർ, ജനറൽ 2 ഫാക്ടർ, ജനറൽ 3 ഫാക്ടറിനെ പോസിറ്റീവ് ആയിട്ടാണ് കോറിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിയർമാൻ തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് തർസ്റ്റൺ എഫേർട്ട് ഇട്ടത്. പക്ഷെ അറ്റ് ദ എൻഡ് തർസ്റ്റന്റെ എക്സ്പെരിമെന്റിന്റെ അവസാനവും ഒരു ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ ഉണ്ട് എന്ന് തർസ്റ്റന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട് എന്നുള്ളൊരു കാര്യം പ്രാക്ടിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തർസ്റ്റന് പറ്റി. താങ്ക് യു സോ മച്ച്.